ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രാജ്യത്തെ ചെറുകിട ഇടത്തരം കർഷകർക്ക് സാമ്പത്തിക കൈത്താങ് നൽകുന്ന PM കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ നിലവിൽ 21 ഗഡുക്കളിലൂടെ 42,000 രൂപയാണ് കർഷകർക്ക് ലഭിച്ചിരിക്കുന്നത്. 22ാം ഗഡുവിന്റെ വിതരണ കാലാവധിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. 21ാം ഗഡു വരെ മുടങ്ങാതെ ലഭിച്ച കർഷകർ 22ാമത്തെ ഗഡുവും എത്തിച്ചേരുന്നതിനായി eKYC ചെക്ക് ചെയ്യുക. പ്രത്യേകിച്ച് കഴിഞ്ഞ ഗഡു മുടങ്ങിയിട്ടുള്ളവർ PM കിസാന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി eKYC എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് eKYC പൂർത്തിയാക്കിയോ എന്ന് പരിശോധിക്കുക. eKYC ഡൺ എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ eKYCയിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല. എന്നാൽ ഒരു തരത്തിൽ ചിലർക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ ബയോമെട്രിക് eKYC ചെയ്യണമെന്ന് നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്. അത്തരത്തിൽ ബയോമെട്രിക്കൽ eKYC വീണ്ടും ചെയ്യണമെന്ന് നിർദ്ദേശം വന്നവർ അത് അക്ഷയ കേന്ദ്രങ്ങളിലോ CSC സെന്ററുകളിലോ ചെന്ന് പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക. സ്റ്റേറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ അവിടെയെല്ലാം യെസ് എന്നാണ് കാണിക്കുക. എന്നാൽ ഇത്തരത്തിൽ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ eKYC എല്ലാം യെസ് ആണ് കാണിക്കുന്നതെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് eKYC പൂർത്തിയാക്കിയോ എന്ന് പരിശോധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾ eKYC വീണ്ടും ചെയ്യണമോ വേണ്ടയോ എന്ന് മനസ്സിലാകുവാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ നിരവധി പേർക്ക് 21ാം ഗഡു മുടങ്ങിയിട്ടുണ്ട്. അതിനാൽ എല്ലാവരും, പ്രത്യേകിച്ച് മുൻഗഡുക്കൾ മുടങ്ങിയിട്ടുള്ളവർ, നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് eKYC പൂർത്തിയാക്കിയോ എന്ന് പരിശോധിക്കുക. നിങ്ങൾ മുമ്പ് eKYC പൂർത്തിയാക്കിയവരാണെങ്കിലും കർശന പരിശോധനയുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് ചിലർക്ക് ഇത്തരത്തിൽ ബയോമെട്രിക് KYC ചെയ്യണമെന്ന നിർദ്ദേശം വീണ്ടും വരുന്നത്. അതിനാൽ എല്ലാവരും ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത അറിയിപ്പ്: കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം ലഭിക്കുന്ന എല്ലാ കർഷകരും അഗ്രി സ്റ്റാക്ക് ഫാർമേഴ്സ് ID എടുക്കേണ്ടതുണ്ട്. PM കിസാൻ കർഷകർ നിർബന്ധമായും ഫാർമർ ID എടുക്കണമെന്ന അറിയിപ്പ് നേരത്തെ തന്നെ വന്നിരുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട രജിസ്ട്രേഷൻ നടപടികൾ 2026 ഊർജിതമാകും. 22ാം ഗഡു ലഭിക്കണമെങ്കിൽ ഫാർമർ ID കൈവശം ഉണ്ടായിരിക്കണമെന്ന് കേന്ദ്രം കർശനമായി അറിയിച്ചിരിക്കുകയാണ്. അതിനാൽ ID എല്ലാ കർഷകരും അപ്രൂവൽ ആക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 21ാം ഗഡു മുടങ്ങിയവർ നിങ്ങൾ eKYC ചെയ്തിട്ട് അത് യെസ് ആയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ മറക്കാതിരിക്കുക. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡു വിതരണ കാലാവധിയാണ് ഡിസംബർ മുതൽ ആരംഭിച്ചിരിക്കുന്നത്. ഈ വർഷത്തെ ആദ്യ ഗഡുവായ 2,000 രൂപ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തോടെ കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുമെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത്. അടുത്ത അറിയിപ്പ്: PM കിസാനിൽ അംഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ പദ്ധതിയിൽ ചേരാൻ അവസരം വന്നിരിക്കുകയാണ്. 2018 പദ്ധതി ആരംഭിച്ച സമയത്ത് അപേക്ഷ നൽകാതിരുന്ന കർഷകർക്ക് പുതിയതായി രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമാണ് ഇപ്പോൾ വെബ്സൈറ്റ് വഴി ഒരുക്കിയിട്ടുള്ളത്. 2018 വരെ കൃഷിഭൂമി സ്വന്തമായി ഉണ്ടായിരുന്നവർക്കാണ് ഈ അവസരം. അപേക്ഷകർ 2018-19 കരമടച്ചതിന്റെ പകർപ്പും നിലവിൽ ഭൂമി കൈവശമുണ്ടെന്ന് തെളിയിക്കുന്ന ഈ വർഷത്തെ കരമടച്ച രസീതും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. രജിസ്ട്രേഷൻ കോമൺ സർവീസ് സെന്ററുകൾ വഴിയോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നടത്താവുന്നതാണ്. പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.